അച്ഛനെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ. എന്തൊരു ചെയ്യണേന്നറിയില്ല. തുടർന്ന് പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പറ്റുന്നു എന്തൊരു ചെയ്യണ്ടെന്ന് അറിയില്ല. അച്ഛൻ 40 ലക്ഷം രൂപ വേണമെന്നാ പറയണേ സർജറിക്കായിട്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ 2 ലാഡില് ലിവർ കൊടുക്കാൻ പറ്റുന്ന പറയണേ. അച്ഛൻ ഇനി വയ്യ. അച്ഛനാണൊന്നും നടക്കില്ല ചേട്ടാ. എന്ത് ചെയ്യണേന്ന് അറിയില്ലേ. അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇനി കാശുമില്ല ചികിത്സക്കായിട്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു 10 രൂപ വെച്ച് സഹായിച്ചാൽ മതിയായിരുന്നു. അച്ഛനെ വയറ് കണ്ടില്ലേ, വെള്ളം പറഞ്ഞിട്ടാണ്. അച്ഛനാകെ ബുദ്ധിമുട്ടാണ്. രാത്രി ഒന്നും ഉറങ്ങണ പോലില്ല. എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയില്ലേ. എല്ലാവരും ഒന്ന് സഹായിക്കണം. 10 രൂപ മതി. എന്റെ ചേട്ടനെ രക്ഷിച്ചെടുക്കണം. എല്ലാവരും സഹായിക്കണം. എന്റെ മക്കള് ചേർന്നതാ. എങ്ങനെ ഇവരെ പഠിപ്പിക്കാതൊക്കെ അറിയില്ല എന്റെ ചേട്ടനിലേക്ക്. ജയേട്ടന്റെ വയറുകളൊക്കെ ഇങ്ങനെ വീർത്ത് പൊട്ടാനായ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ആകെയുള്ളത് 2 പിഞ്ചു മക്കൾ മാത്രമാണ്. എല്ലാവർക്കും നമസ്കാരം. ജയേട്ടൻ എന്ന് പറയുന്ന സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിറകിൽ കാണുന്ന ഒരു നാട് മുഴുവനും നമ്മുടെ മുമ്പിൽ വന്ന് അഭ്യർത്ഥിക്കുന്നത്. ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജയേട്ടൻ. ഇന്ന് ജീവന് വേണ്ടി നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് യാചിക്കുമ്പോൾ ഈ നാട് നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം ഇത്രയും നാള് അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി ഈ നാടിനെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ സഹായിച്ചു. പക്ഷെ ഭീമമായ ഒരു 40 ലക്ഷം രൂപ എന്നൊരു ദൗത്യം ഈ നാടിനെ കൊണ്ട് പെട്ടെന്ന് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത് പ്രിയപ്പെട്ടവര്. കാരണം തൊട്ടടുത്തായി ഇതുപോലത്തെ ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഈ നാട് കൈകോർത്തതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ നാടിനെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഒരുപാട് കുടുംബങ്ങളെ സഹായിച്ച ഒരു നാടും കൂടിയാണ്. ഇനി അവസാനം നമ്മളിൽ മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത്. ജയേട്ടൻ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ 40 ലക്ഷം രൂപ എന്ന ഒരു കടമ്പ കടക്കാനുണ്ട്. അത് പെട്ടെന്ന് ഈ നാടിനെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയിൽ ഒരു നാട് മുഴുവനും നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ജനകീയമായി ഇവിടെ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ആ പ്രിയപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ ഒരിക്കൽ കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്. എൻ്റെ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ താമസക്കാരനായിരുന്ന മണക്കാട്ടുപടി ബാലൻ മകൻ 49 വയസ്സുള്ള ജയൻ ഇന്നിപ്പോൾ കരൾ അസുഖബാധിതനായി കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്നാണ്. അതിനുവേണ്ടി ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ ചെലവ് വരുന്ന ഒരു ഭീമമായ എമൗണ്ടാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഉദാരമതികളും കൈകോർത്ത് പിടിച്ചാൽ നമുക്ക് എത്രയും വേഗം ഈ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഞാൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് അനുപനംകൂടൻ. എൻ്റെ വാർഡിലെ മണക്കാട്ടുപടി വീട്ടിൽ ജയൻ എന്ന വ്യക്തിക്ക് കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. ലിവർ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എല്ലാവരും കൈയൊഴിഞ്ഞ് സഹായിച്ചാൽ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയൻ ഈ ഗ്രാമത്തിൻ്റെ കൊച്ചനുജനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും നമ്മളോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അസുഖബാധിതനായി എന്ന് പറയുമ്പോൾ കല്ലൂർ ഗ്രാമത്തിൻ്റെയും തൃക്കൂർ പഞ്ചായത്തിൻ്റെയും മാത്രമല്ല മറ്റുള്ള എല്ലാ ഇടങ്ങളിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ കൈയഴിഞ്ഞ് സഹായിക്കണമെന്നും ആ ചെറുപ്പക്കാരനെ സഹായിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. എൻ്റെ പേര് സിനീഷ്. ഇവിടെ തൃക്കൂര് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. നിരന്തരം കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അസുഖം വന്നതിൽ ഏറെ ദുഃഖമുണ്ട്. സഹായങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. തൃക്കൂർ പഞ്ചായത്ത് BJPയുടെ കമ്മിറ്റി പ്രസിഡന്റാണ് ഞാൻ.
അദ്ദേഹത്തിൻ്റെ കരൾ സംബന്ധമായ രോഗത്തിന് 40 ലക്ഷമാണ് പറയണത്. വേഗം ചികിത്സ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാ സുമനസ്സുകളും സഹായിക്കണം. എല്ലാവരും ജയേട്ടന് വേണ്ടിയിട്ട് വളരെയധികം അകമഴിഞ്ഞ് സഹായിക്കണം. കാരണം ജയേട്ടന് അങ്ങനെ 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ആണ്, അത്ര വലിയൊരു എമൗണ്ട് അല്ലേ. പക്ഷെ എന്തായാലും ഇവിടുത്തെ ജനങ്ങളൊക്കെ അതിനുവേണ്ടി വളരെയധികം സങ്കടത്തിലാണ്. കാരണം നാട്ടിൽ ഭയങ്കര ആക്റ്റീവായിരുന്ന ഒരാളാണ് ജയേട്ടൻ. അപ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം ജയേട്ടന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു സന്ദീപ് എന്നാണ്, തൃക്കൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. ജയൻ ചേട്ടൻ്റെ കുടുംബത്തെ അടുത്തറിയാവുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒട്ടേറെ ബുദ്ധിമുട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആ സംവിധാനത്തിന്റെ വീടൊക്കെ മുന്നോട്ട് പോരുന്നത് അതൊക്കെ ജപ്തിയുടെ വക്കീലാണ് നിലനിൽക്കുന്നത്. സുമനസ്സുകളായി മുഴുവൻ പേര് അദ്ദേഹത്തെ നിങ്ങളെ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സൈമൻ നമ്പാടൻ, തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ ഈ പഞ്ചായത്ത് നിവാസിയായ മണക്കാട്ടുംപിടി ജയൻ ചേട്ടന്റെ ചികിത്സാ ധനസഹായത്തിനായി അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇവിടെ നാടും നാട്ടുകാരും ഒന്നിക്കുക. ഈ നല്ല ഉദ്യമത്തിന് നിങ്ങൾക്ക് ചെറിയൊരു സഹായമെങ്കിലും നൽകി ഇതിന്റെ ഭാഗഭാക്കാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. എല്ലാവരെയും കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് എല്ലാവരും സഹകരിച്ച് ആ ജീവനെ രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. പേര് ഫ്രാൻസിസ് പാലത്തിങ്കിൽ. ഞാൻ തൃക്കൂർ പാലിറ്റിയുമായി ബന്ധപ്പെട്ട് സന്നദ്ധ സേവനം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ജയന്റെ ഇന്നത്തെ ഈ പ്രത്യേക രോഗത്തിന്റെ പേരിൽ എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കുകയും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. എൻ്റെ നാട്ടിലുള്ള ഒരാളുടെ കാര്യമാണ്. അത്ര പ്രിയപ്പെട്ടവനാണ്. ഈ നാടാകെ ഒറ്റക്കെട്ടായിട്ട്, ഈ ആളുകളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് എല്ലാവരും നിൽക്കുമ്പോൾ അത്ര ജനങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ കൊണ്ട് 10 രൂപയാണെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ട് എല്ലാവരിലേക്ക് മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.